ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും PSC വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് 2024 ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. എല്ലാവർക്കും സ്വാഗതം. ഹലോ എന്താ കൂട്ടുകാരെ, അപ്പോൾ തുടങ്ങുകയല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2024 മാർച്ചിൽ 100-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഈ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇന്നത്തെ കേരളത്തിൽ ഉൾപ്പെടുന്ന പഴയ തിരുവിതാംകൂർ രാജ്യത്ത് 1924 മാർച്ച് 30-നാണ് ഈ വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത്. 603 ദിവസമാണ് ഈ വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. അപ്പോൾ 1924 മാർച്ച് 30-ന് തുടങ്ങി 603 ദിവസം നീണ്ടു നിന്ന സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ആ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികമാണ് 2024 മാർച്ചിൽ നമ്മൾ ആഘോഷിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ വൈക്കം സത്യാഗ്രഹം നടത്തിയത്? അയിത്യത്തിനെതിരായ സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഈ സത്യാഗ്രഹം സംഘടിപ്പിക്കപ്പെട്ടത്. എന്തായിരുന്നു ഈ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം? ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. ഈ വൈക്കം സത്യാഗ്രഹം 603 ദിവസമാണ് നീണ്ടുനിന്നത്. ഓക്കെ, അടുത്തതായി കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണത്തിലുള്ള പാത അറിയപ്പെടുന്നത് പിങ്ക് ലൈൻ എന്നാണ്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണത്തിലുള്ള പാത അറിയപ്പെടുന്നത് എന്താണ്? പിങ്ക് ലൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് തുറവൂരാണ്. കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തുറവൂർ. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വസ്തുത ഓപ്പറേഷൻ സങ്കൽപ്പ്. എന്തിനെക്കുറിച്ചാണ് ഈ ഓപ്പറേഷൻ സങ്കൽപ്പ് പറയുന്നത്? ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷയും ഉറപ്പുവരുത്തുവാനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷനെയാണ് ഓപ്പറേഷൻ സങ്കൽപ്പ് എന്ന് പറയുന്നത്. ഇത് 2023 ഡിസംബറിൻ്റെ പകുതിയോട് കൂടിയാണ് ആരംഭിച്ചത്. ഇത് ഓപ്പറേഷൻ സങ്കൽപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം PR ശ്രീജേഷ് ആണ്. ആരാണ്? PR ശ്രീജേഷ് ആണ് ഇന്ത്യൻ അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം PR ശ്രീജേഷ്. അപ്പോൾ FIH എന്നാണ് ഈ അന്താരാഷ്ട്ര ഹോക്കി അറിയപ്പെടുന്നത്, ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ. 2024 PR ശ്രീജേഷിനൊപ്പം PR ശ്രീജേഷ് അധ്യക്ഷനായി തിരഞ്ഞെടുത്തു PR ശ്രീജേഷിനെ. എന്നാൽ ഈ FIH അത്ലറ്റിക്സിൻ്റെ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചിലിയുടെ ക്യാമില കാരത്തെയാണ്. അത് ഓർത്തിരിക്കണം. ഉപാധ്യക്ഷനാകുന്ന വ്യക്തി ചിലിയുടെ ക്യാമില കാരം. അടുത്ത ക്വസ്റ്റ്യൻ, 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് COP30 വേദിയാകുന്ന രാജ്യം ബ്രസീലാണ്. അപ്പോൾ UN ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ ഉച്ചകോടി 2025 വേദിയാകുന്ന രാജ്യം ബ്രസീൽ. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുത, ഒരുപക്ഷെ എക്സാമിന് ചോദിക്കാം 2024 അതേപോലെ 2023, ഇതൊക്കെ കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഈ UN കാലാവസ്ഥാ ഉച്ചകോടി 2024 വേദിയായത് ബാക്കു ആണ്. ഈ ബാക്കു എന്ന് പറയുന്നത് അസർബൈജാനിലാണ്. ഓർത്തിരിക്കണം, എവിടെയാണ്? അസർബൈജാൻ. 2023 ദുബായിലുമായിരുന്നു. അപ്പോൾ 2023 ദുബായ്, 2024 ബാക്കു അസർബൈജാൻ, 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീലാണ്. അടുത്തതായി, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ പുതുക്കിയ വേതനം. അപ്പോൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം പുതുക്കി. കേരളത്തിൽ ആ പുതുക്കിയ വേതനമാണ് എത്ര രൂപയായി മാറി? 346 രൂപയായി മാറി. അടുത്തതായി, ആബേൽ പുരസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. 2024 ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനാണ് മിഷേൽ ടെലഗ്രാൻഡ്.
ആരാണ്? മിഷേൽ ടെലഗ്രാൻഡ് ആണ് 2024 ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ. എന്താണ് ഈ ആബേൽ പുരസ്കാരം? കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ എന്താണ് ആബേൽ പുരസ്കാരം? ഗണിതശാസ്ത്ര മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയവർക്ക് നോർവേ സർക്കാർ നൽകുന്ന രാജ്യാന്തര പുരസ്കാരമാണ് ആബേൽ പുരസ്കാരം. ആബേൽ പുരസ്കാരം എന്താണ്? ഗണിതശാസ്ത്ര മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയവർക്ക് നോർവീജിയൻ സർക്കാർ നൽകുന്ന രാജ്യാന്തര പുരസ്കാരമാണ് ആബേൽ പുരസ്കാരം. ഒരു പക്ഷേ ഇങ്ങനെയും ചോദിക്കാം, ഗണിതശാസ്ത്രജ്ഞർക്കുള്ള നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതെന്ന് ചോദിച്ചാലും ആബേൽ പുരസ്കാരമാണ്. ഓർത്തിരിക്കണം. അപ്പോൾ ആബേൽ പുരസ്കാരത്തെ ഗണിതശാസ്ത്രജ്ഞർക്കുള്ള നൊബേൽ സമ്മാനമെന്നും അറിയപ്പെടാറുണ്ട്. പ്രശസ്ത നോർവീജിയൻ ഗണിതശാസ്ത്രജ്ഞനായ നീൽസ് ഹെൻറിക് ആബേലിൻ്റെ സ്മരണാർത്ഥമാണ് ആബേൽസ് പുരസ്കാരം 2003 മുതൽ നൽകി തുടങ്ങിയത്. നോർവീജിയൻ ശാസ്ത്രകാരനായ ഗണിതശാസ്ത്രജ്ഞനായ നീൽസ് ഹെൻറിക് ആബേലിൻ്റെ ഓർമ്മ പുതുക്കൽ പ്രകാരമാണ് 2003 മുതൽ ആബേൽ പുരസ്കാരം നൽകി തുടങ്ങിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24 എല്ലാ വർഷവും മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം നമ്മൾ ആചരിക്കുന്നത്. ഇതിനകത്ത് ഓർത്തു വെക്കേണ്ട മറ്റൊരു വസ്തുത, 2024 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം യെസ് വി ക്യാൻ എൻഡ് TB. അതെ, നമുക്ക് TB അവസാനിപ്പിക്കാം. ട്യൂബർക്കുലോസ് ബാസില്ലസ് അറിയാമല്ലോ, TB നമുക്ക് അവസാനിപ്പിക്കാം. ഇതാണ് 2024 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം നമ്മൾ ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ KS അനിലിനെയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് നമ്മുടെ ഇന്ത്യയുടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ്. ഈ ഇൻഷുറൻസ് ബ്രാൻഡായ അതായത് LIC എന്നാണ് ഇന്ത്യയിൽ രൂപം കൊണ്ടത്? കേരളം എന്നാണ് രൂപം കൊണ്ടത്? 1956 നവംബർ 1. അപ്പോൾ ഇതും ഓർത്തിരിക്കാൻ എളുപ്പമാണ്. LIC 1956 നവംബർ 1 നവംബർ 1 പകരം സെപ്റ്റംബർ 1. അപ്പോൾ 1 സെപ്റ്റംബർ 1956 LIC എന്ത് ചെയ്തത്? രൂപീകൃതമായത്. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് പവൻ ധവുലുരി. പവൻ ധവുലുരിയാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചന്ദ്രയാൻ 3യെക്കുറിച്ചാണ്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ചൊരു പേരുണ്ട്. അതിൻ്റെ പേരാണ് ശിവശക്തി പോയിൻ്റ്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേരാണ് ശിവശക്തി പോയിൻ്റ്. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ, എന്നാണ് ഈ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്? 14 ജൂലൈ 2023. 14 ജൂലൈ 2023 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ആ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം LVM-3M4. ചന്ദ്രയാൻ 3 എന്നോർത്തിരിക്കുമ്പോൾ തന്നെ LVM-3M4 ആണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം. എവിടെ നിന്നായിരിക്കും ഈ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. അടുത്തതായി 2024 മാർച്ച് അമേരിക്കയിൽ ചരക്ക് കപ്പൽ ഇടിച്ചതിനെ തുടർന്ന് തകർന്ന പാലമാണ് ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം. ഫ്രാൻസിസ് സ്കോട്ട് കീ പാലമാണ് 2024 മാർച്ചിൽ അമേരിക്കയിൽ ചരക്ക് കപ്പൽ ഇടിച്ചതിനെ തുടർന്ന് തകർന്ന പാലം. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ് യൂറോപ്പ, അത് ഓർത്തിരിക്കുക. അതിനെ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ. അടുത്തതായി ഇന്ത്യൻ വനിതാ
ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒഡീഷ എഫ് സി ആയിരുന്നു 2023-24 ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ. റണ്ണറപ്പ് ആയത് കിക്ക് സ്റ്റാർട്ട് എഫ് സി ആണ്. കിക്ക് സ്റ്റാർട്ട് എഫ് സി ആണ് റണ്ണറപ്പ് ആയത്. അടുത്തതായി എം ഡി ഏകാകിതയുടെ വിസ്മയം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ഡോക്ടർ കെ പി സുധീര. ഡോക്ടർ കെ പി സുധീരയാണ് എം ഡി ഏകാകിതയുടെ വിസ്മയം എന്ന പുസ്തകം രചിച്ചത്. 2024 ആദ്യ ചന്ദ്രഗ്രഹണം ദൃശ്യമായത് 2024 മാർച്ച് 25 പെനുബൽ ചന്ദ്രഗ്രഹണം എന്നാണ് അറിയപ്പെടുന്നത്. ഓർത്തിരിക്കണം, 2024 ആദ്യ ചന്ദ്രഗ്രഹണം ദൃശ്യമായത് 2024 മാർച്ച് 25 പെനുബൽ ചന്ദ്രഗ്രഹണം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വസ്തുത, 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി. ആരാണ്? സുനിൽ ഛേത്രിയാണ് 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരം സുനിൽ ഛേത്രി. ഈ 2 ദിവസത്തിനുള്ളിൽ, അതായത് അദ്ദേഹം എന്ത് ചെയ്തു, വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണ്. അതായത് ജൂണിൽ ഒരു മത്സരത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ മത്സരങ്ങൾ, അതായത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ, ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ലീഗ് ടൂർണമെൻറ്റിലൊക്കെ അദ്ദേഹം ഇനിയും തുടരും. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യമാണ് ശ്രീലങ്ക. ഓർത്തിരിക്കണം, 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് അതിന് വേദിയാകുന്ന രാജ്യം നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്ക. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വിജയ് ഛേത്രി. മണിപ്പൂരിൽ നിന്നുള്ള വിജയ് ഛേത്രിയാണ് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ്. പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കുന്ന പദ്ധതിയാണ് മലയാള മധുരം. പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മലയാള മധുരം. അപ്പോൾ കൂട്ടുകാരെ, മാർച്ച് മാസത്തിലെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ മാർച്ച് മാസത്തിലെ ആനുകാലികങ്ങൾ തുടരുന്നതാണ്. എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവരും PSC വിന്നർ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എന്താ കൂട്ടുകാരെ, അപ്പോൾ തുടങ്ങുകയല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ,